ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. തൻ്റെ ചുമലിൽ തല ചായ്ച്ചുറങ്ങുന്ന ഗോപികയെ ഒരിക്കൽ കൂടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ശ്രീറാം തൻ്റെ ഉറക്കമുറ്റിയ കൺപോളകൾ അമർത്തി തിരുമ്മി സോഫയിലേക്ക് ചാരിയിരുന്നു. 2 മാസം എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ചിന്തകൾ കാട് കയറവേ ശ്രീറാമിൻ്റെ നേത്രക്കോളങ്ങൾ ക്ഷമകെട്ട പോൽ തനിക്ക് മുന്നിലെ ഇടതുവശത്തെ കൗൺസിലിംഗ് റൂമിലേക്ക് നീണ്ടു. റൂമിൻ്റെ വാതിൽ അടങ്ങിക്കിടക്കുന്നത് കാണി നിരാശ തോന്നിയെങ്കിലും അവൻ സംയമനം പാലിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നൊരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി. തൻ്റെ ചെവിയോട് ചേർത്ത് വെച്ച ഫോണിൽ വളരെ ഗൗരവത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്ന് ശ്രീറാമിനെ കണ്ടവൻ്റെ മിഴികളൊന്ന് തിളങ്ങി. പുഞ്ചിരിയോടെ വലത് കൈ ഉയർത്തി ശ്രീറാമിനെ നോക്കി 5 നിമിഷമെന്ന് കാണിച്ചവൻ ഫോണിലുള്ള തൻ്റെ സംസാരം തുടർന്നു. അഖിലേഷ്, മലയാളിയായ റെയിൽവേ ഉദ്യോഗസ്ഥൻ ഹരിദാസ് നാരായണൻ്റെയും അംബികാദേവിയുടെയും ഒരേയൊരു മകൻ. 1ാം തരം മുതൽ +2 വരെ തനിക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നവൻ. ഇരു കൂട്ടരുടെയും അഭിരുചികൾ വ്യത്യസ്തമായതിനാൽ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞപ്പോൾ 2 പേരും 2 വഴിക്കായി. ഇന്നവനൊരു പേര് കേട്ട സൈക്യാട്രിസ്റ്റാണ്. അതിനു പുറമെ ആരോരും തുണയില്ലാത്ത പെൺകുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കും സംരക്ഷണമൊരുക്കുന്ന ദ ബിഗ് ഹാർട്ട് ഓർഗനൈസേഷൻ്റെ കോ-ഫൗണ്ടർ. നാട്ടിൽ വെച്ച് ദുർഗയുടെ അവസ്ഥ വിളിച്ചറിയിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ ചട്ടം കെട്ടിയത് അഖിലായിരുന്നു. ഒട്ടും വൈകിക്കാതെ ദുർഗയെ ഇവിടേക്ക് കൊണ്ടുവന്നു. അന്ന് ഇവിടെ ആക്കിയിട്ട് പോയതാണ്. ഇടയ്ക്ക് വന്ന് കാണാൻ ശ്രമിച്ചെങ്കിലും ദുർഗ സമ്മതിച്ചില്ല. പിന്നീട് അഖില തന്നെ പറഞ്ഞു ചികിത്സ കഴിയുമ്പോൾ വിളിച്ചറിയിക്കാമെന്ന്. ഇന്നലെ രാത്രി അവൻ്റെ കോള് വന്നപ്പോൾ മുതൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഗോപു ആകട്ടെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലുമില്ല. അവളുടെ നിർബന്ധം കാരണം അതിരാവിലെ തന്നെ ഇവിടേക്ക് പുറപ്പെട്ടു. വാതിലിൽ കേട്ട 2 കൊട്ടാണ് ശ്രീറാമിനെ ആലോചനകളിൽ നിന്നും ഉണർത്തിയത്. കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ വാതിൽക്കൽ നിന്ന് അഖില ശ്രീറാമിനെ നോക്കി അരികിലേക്ക് വരാൻ കൈ കാണിച്ചു. ഗോപികയുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്താതെ വളരെ സൂക്ഷ്മതയോടെ അവളെ തൻ്റെ ശരീരത്തിൽ നിന്നും അടർത്തി മാറ്റി ശ്രീറാം അഖിലേഷിനരികിലേക്ക് ധൃതിയിൽ നടന്നു. ദുർഗ, അക്ഷമയോടെ ചോദിച്ച് ശ്രീറാമിനെ നോക്കി അയാൾ ഹൃദ്യമായി പുഞ്ചിരിച്ചു. അകത്തുണ്ട്, ബട്ട് നീ അവളെ കാണുന്നതിന് മുമ്പ് വി നീഡ് ടു ടോക്ക്. എന്താ, എന്തെങ്കിലും പ്രശ്നം? ഹേയ് കൂൾ മാൻ, നിന്നോട് ഞാൻ പറയാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. അറിയാലോ ഇവിടെ കൊണ്ടുവരുമ്പോഴുണ്ടായിരുന്ന അവളുടെ അവസ്ഥ. ടു ബി ഫ്രാങ്ക്, വെറും കൗൺസിലിങ്ങും കുറച്ച് ടാബും കൊണ്ട് മാത്രം അവളൊരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അന്ന് ഞാൻ നിനക്ക് തന്ന ഹോപ്പ് അതൊരു ഫോൾസ് ഹോപ്പായിരുന്നു. എൻ്റെ പ്രൊഫഷണൽ എത്തിക്സ് അനുസരിച്ച് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. ബട്ട് നിന്നെ സമാധാനിപ്പിക്കാൻ അന്ന് എനിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നേ ദുർഗ? അവൾ റിക്കവർ ആയില്ലേ? ശ്രീറാം ആദ്യോടെ ചോദിച്ചു. ഞാൻ മുഴുവൻ പറയട്ടെടോ, ഒന്ന് ക്ഷമിക്കുന്നേ. ശ്രീറാമിൻ്റെ ചുമലിൽ കൈവച്ചവനൊന്ന് മന്ദഹസിച്ചു. ദുർഗ ഇപ്പോൾ നോർമലാണ്, ബട്ട് സ്റ്റിൽ മുഴുവനായും സുഖപ്പെട്ടു എന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. വളരെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ കഴിഞ്ഞ 1.5 മാസം മുൻപ് വരെ അവളുടെ ജീവിതത്തിൽ നടന്നതൊന്നും നല്ല കാര്യങ്ങളല്ല. എനിക്കിപ്പോഴും അറിയില്ല എങ്ങനെയാണ് കുട്ടി അതൊക്കെ സർവൈവ് ചെയ്തതെന്ന്. അതിനുമപ്പുറം എല്ലാം അവസാനിച്ചെന്ന് കരുതിയൊരു നല്ല ജീവിതം പ്രതീക്ഷിച്ചെടുത്തു നിന്നും വീണ്ടും പഴയതിലും മോശമായ സ്ഥിതിയിലേക്ക് അവൾ കൂപ്പുകുത്തി വീണു. ഒരുപാട് ഉയരത്തിൽ നിന്നും നന്നേ ആഴമുള്ളൊരു ഗർത്തത്തിലേക്ക്. പിന്നെ ദുർഗയുടെ മനസ്സിൽ അവളെ ഉപദ്രവിച്ച ആ വ്യക്തി മരിച്ചു പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ കൊന്നെന്ന ധാരണ. അതിലവൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അത് തിരുത്താൻ ശ്രമിക്കേണ്ട. അയാളാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ട്രോമകളിൽ നിന്നും അല്പമെങ്കിലും ആശ്വാസം കിട്ടാൻ അത് അവളെ സഹായിച്ചേക്കും. പറഞ്ഞല്ലോ, പൂർണ്ണമായൊരു റിക്കവറി ഇതുവരെ സാധിച്ചിട്ടില്ല. സാധിക്കുമോ എന്നും അറിയില്ല. കാരണം അവളുടെ മനസ്സിനേറ്റ മുറിവുകൾ അത്രത്തോളം ആഴമുള്ളവയാണ്. അത് പൂർണ്ണമായി ഭേദപ്പെടാൻ സാധ്യമല്ല. പക്ഷേ തനിക്ക് സംഭവിച്ചതെല്ലാം അല്പം പക്വതയോടെ അവൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ എവറിത്തിങ് വിൽ ബി ഫൈൻ. ഇനി നീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അവളെ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കാൻ വിടരുത്. കൂടുതലായി ചിന്തിച്ചിരിക്കുന്നത് കണ്ടാൽ അപ്പോൾ അവളുടെ ശ്രദ്ധ മാറ്റിയേക്കണം. അവളോട് നന്നായി സംസാരിക്കുക. തിരിച്ചൊരു മറുപടി ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ചെയ്യിപ്പിച്ചും അവൾ എൻഗേജ്ഡ് ആക്കി നിർത്തണം. ഒരിക്കലും ഒരു ഫുൾ റിക്കവറിയിലേക്ക് അവളെ പ്രഷർ ചെയ്യരുത്. ലൈക്ക്, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതൊക്കെ മറന്നേക്ക്, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെ തുടങ്ങുന്ന നമ്മുടെ ടിപ്പിക്കൽ സമാധാനിപ്പിക്കൽ പരിപാടി അവളുടെ അടുത്ത് എടുക്കരുത്. ഗിവ് ഹർ ടൈം. അവളെ സംബന്ധിച്ചിടത്തോളം അത് എത്ര കാലം വരെയും നീളാം. 1 വർഷം, 2 വർഷം, ചിലപ്പോൾ 3-4 മാസങ്ങൾ.
അതും അല്ലെങ്കിൽ ഈ ഓർമ്മകളിൽ നിന്നും ഒരിക്കലും അവൾ മുക്തിയായില്ലെന്നും വരാം. അഖി. ശ്രീറാമിൻ്റെ ശബ്ദം ദയനീയമായി. പേടിക്കണ്ട, ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മരുന്നുകളൊന്നും മുടക്കരുത്. വീക്കിലി ഞാൻ അങ്ങോട്ട് വന്നോളാം. അമ്മയും അച്ഛനും ശരണുമൊക്കെ എപ്പോഴാണ് എത്തുന്നത്? 1 മാസം കഴിയും. അവിടെ വില്ലയുടെ പ്രൊജക്റ്റ് ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ശരണിനും അച്ഛനും അവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അപ്പം എല്ലാം കൂടെ നീ എങ്ങനെയാ? ദുർഗയും കൂടെ വന്നാ? ഗോപുവിന് ക്ലാസ്സില്ലേ? ദാറ്റ്സ് ഫൈൻ, ഐ ക്യാൻ മാനേജ്. ശാന്തിയൊക്കെ ഉണ്ടല്ലോ. നിൻ്റെ റെക്കോർഡിങ്സ്, അപ്കമിങ് പ്രോജക്ട്സ്? ഡസൻറ്റ് മാറ്റർ. എല്ലാത്തിനും ഒരു ബ്രേക്ക് കൊടുത്തു. പിന്നെ ഓൾറെഡി ഏറ്റുപോയ 2 റെക്കോർഡിംഗ് സെഷൻസ് ഉണ്ട്. അത് നെക്സ്റ്റ് മന്ത് ഫസ്റ്റാണ് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതെന്തേലും ചെയ്യാം. ശ്രീറാം അലസമായി പറഞ്ഞു. സോ ഒന്നിനു വേണ്ടിയും തൻ്റെ കരിയറിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത, പാഷൻ കൈവിടാത്ത ദ ഗ്രേറ്റ് സിംഗർ മിസ്റ്റർ ശ്രീറാം സായന്ത് ഒരു പാവം പെൺകുട്ടിക്ക് വേണ്ടി എല്ലാം മാറ്റിവെക്കുന്നു. ദാറ്റ് മീൻസ് ഷീ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ. അഖിലേഷ് പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പേ ശ്രീറാം അവനെ തടഞ്ഞു. മതി, എങ്ങോട്ടാ നീ പറഞ്ഞു കയറുന്നത്? മോനെ ശ്രീകുട്ട. ശ്രീറാം ദേഷ്യം നടിച്ചത് കാണെ അഖിലേഷ് കള്ളച്ചിരിയോടെ നീട്ടി വിളിച്ചു. നീ കരുതുന്നത് പോലെയൊന്നും അല്ല, ആരോരും ഇല്ലാത്തൊരു കുട്ടി. അതിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ എന്തോ ഒരു സങ്കടം. എൻ്റെ ഗോപുവിൻ്റെ പ്രായമല്ലേ ഉള്ളൂ, അല്ലാതെ. ശ്രീറാം അർദ്ധോക്തിയിൽ നിർത്തി അഖിലേഷിനെ നോക്കി. ഓ, അത്രേ ഉള്ളൂ അല്ലേ? എങ്കിൽ പോട്ടെ, ഇനിയിപ്പോൾ എനിക്ക് ചാൻസ് ഉണ്ടല്ലോ. ഞാൻ ഇടയ്ക്ക് വരാം. നെടുവീർപ്പോടെ പറഞ്ഞവനെ ശ്രീറാം ചുഴിഞ്ഞൊന്നു നോക്കി. അത് വകവയ്ക്കാതെ അഖിലേഷ് അകത്തേക്ക് പ്രവേശിച്ചു. പിന്നാലെ ശ്രീറാമും. ആ മുറിയും കടന്നവർ വലിയൊരു ഹാളിലേക്ക് കയറി. അത് വളരെ ഭംഗിയായി അലങ്കരിക്കുകയും 4 ഭാഗത്തെ ചുവരുകളിൽ ഒരുപാട് ചിത്രങ്ങളും വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീറാം വളരെ ഉത്സാഹത്തോടെ കൗതുകത്തോടെ എല്ലാം നോക്കിക്കണ്ടു. പലപ്പോഴായി അഖിലിനെ കാണാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഈ ഹാളിലേക്ക് പ്രവേശിച്ചിട്ടില്ലായിരുന്നുവെന്ന് അവൻ ഓർത്തു. ശ്രീ, അങ്ങോട്ട് നോക്ക്. ഹാളിൻ്റെ വലതുവശത്തെ ചുമരിനരികിൽ നിൽക്കുന്ന പെൺകുട്ടിയിലേക്ക് വിരൽ ചൂണ്ടി അഖിൽ ചിരിച്ചു പറഞ്ഞപ്പോൾ ശ്രീറാമിൻ്റെ ഹൃദയം പെരുമ്പറ മുഴക്കി. ഒറ്റ നോട്ടത്തിൽ അത് ദയയാണെന്ന് മനസ്സിലാക്കി അവൾ തന്നെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കും, ഏത് രീതിയിൽ തന്നോട് ഇടപെടും എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. വല്ലാത്തൊരു പരവേശം. ഇവിടെ വന്നിരിക്കുന്ന പെൺകുട്ടികളെല്ലാം തമ്മിൽ സംസാരിക്കും. പക്ഷേ ദുർഗ മാത്രം ആ ചിത്രങ്ങളെ തൊട്ട് തലോടി അങ്ങനെ നടക്കും. അവൾ അങ്ങനെയാണൊക്കെ. വലുതായി ആരോടും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല, ഗോപുവിനോട് പോലും. നോക്ക് ശ്രീ, വളർന്നു വരുന്ന ഓരോ കുട്ടിയുടെയും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതിൽ ഒരു പർട്ടിക്കുലർ ഏജ് വരെ അവർ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ, ഇടപെടുന്ന മനുഷ്യർ, ആ മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന രീതി, പാരൻറ്റിങ് തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഒരു കുട്ടിയെ കള്ളനും കൊലപാതകയും തത്വചിന്തകനും ആക്കുന്നത് അവൻ്റെ ചുറ്റുപാടും സമൂഹമാണെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. ഇവിടെ ആരോരും തുണയില്ലാത്തൊരു കുട്ടി, ആരോടും ഉള്ളു തുറന്ന് സംസാരിക്കാനോ ആരുടെയും സ്നേഹലാളനങ്ങൾ അനുഭവിക്കാനോ സാഹചര്യം കിട്ടാതെ ലൈഫിൽ ഓരോ മൊമെൻറ്റും താൻ സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ മെൻ്റലി ഫിസിക്കലി ഹറാസ് ചെയ്യപ്പെടുമോ എന്ന ഭീതിയിൽ കഴിഞ്ഞുകൂടുന്നൊരു പെൺകുട്ടി എങ്ങനെയാണ് ശ്രീ നോർമലായിട്ട് ടോക്കറ്റീവായിരിക്കുന്നത്? ആ കുട്ടി ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യം, അങ്ങനെ വേണം കരുതാൻ. ശ്രീറാം ഒന്നും മിണ്ടാതെ അഖിലേഷിനെ കേട്ടുകൊണ്ടിരുന്നു. വാ, നമുക്കവളെ കാണാം. അഖിലേഷ് ശ്രീറാമിനെയും കൂട്ടി ദയക്കരികിലേക്ക് നടക്കവേ പെൺകുട്ടികളെല്ലാവരും അത്ഭുതത്തോടെ ആരാധനയോടെ ശ്രീറാമിനെ നോക്കി നിന്നു. അല്പം കഴിയവേ അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ആളുകളും ശ്രീറാമിനരികിലേക്ക് പാഞ്ഞെത്തി അവനെ വളഞ്ഞു. ഞാൻ ഉങ്ങളുടെ പെരിയ ഫാൻ അണ്ണേ, ഉങ്ങളെ എനിക്ക് ரொம்ப പിടിക്കും. 10-15 വയസ്സോളം പ്രായം വരുന്ന പെൺകുട്ടി കണ്ണുകൾ വിടർത്തി കൈകൾ വിരിച്ച് അത്യാവേശത്തോടെ പറഞ്ഞു. ശ്രീറാം ഉള്ളം കയ്യാൽ അവളുടെ ഉണ്ടക്കവളൊന്ന് തഴുകി. ഉന്നോட പേരെന്ന? നന്ദിനി. ഏൻ നന്ദു, ഉനക്ക് എന്നെ പിടിക്കവില്ലയാ? അഖിലേഷ് പാതി ഗൗരവത്തോടെയും അല്പം തമാശയോടെയും ചോദിച്ചു. ഉന്നെയും പിടിക്കും, നീങ്ക എനിക്ക് കടവുൾ മാതിരി. അവൾ നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥതയോടെ പറഞ്ഞത് കേട്ട് അഖിലേഷിന് ആ പെൺകുട്ടിയോട് വല്ലാത്ത അരിവ് തോന്നി. അവൻ അവളെ തൻ്റെ നെഞ്ചോട് അടക്കിപ്പിടിച്ച് ശ്രീറാമിനെ നോക്കി. ദുർഗയെപ്പോലെ മറ്റൊരു പെൺകുട്ടി, അബ്യൂസ് ചെയ്തത് വളർത്തച്ഛൻ. അഖിലേഷ് പറഞ്ഞത് കേട്ട് ശ്രീറാം അവളെ കനിവോട് നോക്കി. പിന്നീട് നെറുകിലൊന്ന് തലോടി അവളെ ചേർത്ത് പിടിച്ചു. തനിക്ക് ചുറ്റും കൂടി നിന്നവർ ഒരിടത്തേക്ക് കൂടി നിൽക്കുന്നതും ഉറക്കി സംസാരിക്കുന്നതും ശബ്ദമുണ്ടാക്കുന്നതും കേട്ടാണ് മുന്നിലുള്ള ചിത്രത്തിൽ കണ്ണും നട്ടുനിന്ന ദയയുടെ ശ്രദ്ധ തെറ്റിയത്. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു എല്ലാവരും ചേർന്ന് ആരെയോ വലയം ചെയ്തിരിക്കുന്നത്. ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന രീതിയിൽ
അവളുടെ മുറിയിലേക്ക് നടക്കാനൊരുങ്ങവേ അഖിലേഷ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദുർഗ, തന്നെ കാണാൻ ആൾ വന്നിരിക്കുന്നത്. ദയയുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. അവൾ തിടുക്കത്തോടെ പിന്തിരിഞ്ഞു നോക്കിയതും ശ്രീറാം തനിക്ക് മുന്നിലുള്ളവരെയെല്ലാം പുഞ്ചിരിയോടെ വകഞ്ഞു മാറ്റി അവൾക്കരികിലേക്ക് അടുത്തു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ശ്രീറാം അവളെ സാഗതം വീക്ഷിക്കുകയായിരുന്നു. ആൾ ഒന്നുകൂടെ മെലിഞ്ഞിട്ടുണ്ടെന്ന് തോന്നി അവന്. തളർച്ച ബാധിച്ച കണ്ണുകൾ, കാതും കഴുത്തും കയ്യുമെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. ഒരു മുന്തിരി കളർ ചുരിദാറാണ് വേഷം. നീളമേറിയ ചുരുണ്ട മുടിയിഴകൾ പിന്നിക്കെട്ടി മുന്നോട്ടിട്ടിട്ടുണ്ട്. വളരെ യാദൃശ്ചികമായി തന്നെ കണ്ട അമ്പരപ്പായിരുന്നു ആ കണ്ണുകളിൽ ആവോളം. കൈവിരലുകൾ സംഭ്രാന്തിയോടെ തമ്മിൽ കുരുത്തിരിക്കുന്നു. എന്നെ മറന്നോ ദുർഗ? അവൾക്കരികിലെത്തി ശ്രീറാം ചോദിച്ചു. ചോദിക്കണമെന്ന് കരുതിയതായിരുന്നില്ല. പക്ഷെ അവൻ പോലും അറിയാതെ നാവിൽ നിന്നും ആ ചോദ്യം അവൾക്ക് നേരെ ഉതിർന്നു.